ഇന്ന് നമ്മൾ എല്ലാവരുടെ പുറത്ത് പോകാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്, പക്ഷെ ഇന്നാണ് വോയിസ് കവർ ഒക്കെ കൊടുത്ത് ഇടാൻ പറ്റി. എങ്ങോട്ടേക്കാ എവിടേക്കാന്നൊന്നും അറിയത്തില്ലായിരുന്നു. പാപ്പ വിളിച്ചു, നമ്മൾ എല്ലാവരും കൂടെ പോകും. അട്ടപ്പാടി കാണിച്ചു തരാന്ന് പറഞ്ഞാണ് ഈ കൊണ്ടുപോകുന്നത്. എന്താ ഒരു ഇരിപ്പ്. നീയല്ലേ ആദ്യം പിടിച്ച മതി. എന്തോ നീയല്ലേ ആദ്യം പിടിച്ച മതി. എന്താന്ന് അറിഞ്ഞൂടെ, ഞങ്ങൾക്ക് ഈ തമ്മിത്തെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വഴക്കങ്ങ് നന്നായിട്ട് മൂത്തപ്പോഴാണ് പാപ്പ ഇടപെട്ടത്. കാറിൽ കുറെ ചുറ്റിച്ചിട്ട് കുറെ കൊക്കയും മലയും കുന്നും ഒക്കെ കാണിച്ചു തന്നു. പിന്നെ ഇതാ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇതാ ഈ പുഴയും കുറെ വേസ്റ്റും പിന്നെ കുറെ മലനിരകളും കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇത്രയൊക്കെ തന്നെ അട്ടപ്പാടി കാണാനുള്ളൂ, വേറെ ഒന്നും കൂടുതലായിട്ടില്ലാന്ന്. തിരിച്ച് വണ്ടി കയറിയപ്പോൾ ഈ രണ്ടെണ്ണം കൂടി ശവായി. ഇവളുമാർ രണ്ടുപേരും ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറി കേട്ടോ. അവിടെ നിന്ന് തന്നെ ഇവർക്ക് ആവശ്യമുള്ള കുറച്ച് സാധനവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നേരെ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നേരെ സിനിമ കാണാൻ പോയിട്ടോ. 2:30 ഷോ, പക്ഷെ 2:32 നമ്മളെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അച്ചു ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല, മിന്നി ചേച്ചിനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന പാവം എൻ്റെ കുഞ്ഞ്. ഞാൻ പിന്നെ അങ്ങനെയൊന്നല്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. സിനിമ തുടങ്ങാൻ ലേറ്റ് ആയാലും തീറ്റ തുടങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. തുടരും മൂവി ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എത്ര കൊല്ലങ്ങൾക്ക് മുന്നെയാണ് ഒരു സിനിമ കണ്ട് വിഷമിച്ചത് എന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത് ഇതുപോലെ ഒരു ഫാമിലി പടം കാണുന്നത്. നോട്ട് ദ പോയിന്റ്, നല്ലൊരു ഫാമിലി പടം. മൂവി ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് വയറിറച്ച് ഫുഡ് കഴിച്ചിറങ്ങിയോണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടർക്ക് എല്ലിൻ്റെ ഇടയിൽ നന്നായിട്ട് കുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടൊരു വീണ്ടും വഴക്കുണ്ടാക്കി. ഇവള് ഭയങ്കര അപ്പി കൊച്ചാണ്, എപ്പോഴും അടി ഉണ്ടാക്കണം എന്നുള്ള മൈൻഡേ ഉള്ളൂ. എൻ്റെ ഫോൺ എങ്ങാനും പോയിരുന്നെങ്കിൽ ഇവിടെ ഞാൻ കൊന്നേനെ. പിന്നെ തിരിച്ചു തന്നെ ആയി വണ്ടി ഒന്ന് കംപ്ലൈന്റ് ആയി. പിന്നെ വണ്ടിയൊക്കെ നന്നാക്കി വീണ്ടും നമ്മൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു വീട്ടിലേക്ക്. ഇതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. സാധനം മേടിച്ചില്ലാത്തതുകൊണ്ട് പോകാനായി നമ്മൾ വീണ്ടും ഒരു ഷോപ്പിൽ കയറി. പിന്നെ നേരെ വീട്ടിൽ വന്ന ഒരു റൗണ്ട് ചീട്ടൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട്, ഒരു റൗണ്ട് അല്ല 2-3 റൗണ്ട് കളിച്ചെങ്കിൽ നമ്മൾ നേരെ കിടന്നു. ഇന്നെന്താ ഭാഗത്ത് ഞാൻ കഴുതയില്ല കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.